ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ മേത്തീര ബജിയാണ് കേട്ടോ. അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലമാവ്, സബോള അരിഞ്ഞത്, പച്ചമുളക് 3-4 കുറച്ച് കുരുമുളക്, മല്ലിയില ഇല നന്നായി ചെറുതായി അരിഞ്ഞത്, ഒരു നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്, ജീരകം, അതുപോലെ 2 സ്പൂൺ പഞ്ചസാര. ജീരകത്തിൻ്റെ കൂടെ അജുമ എന്ന് പറയില്ലേ, നമ്മൾ ഇവിടെ അജ്വൈൻ എന്ന് പറയാം. അജുമ ഇട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി തിരുമ്പിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ വെറുതെ മേത്തിയിലല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രഷ് ആയത് കാണിക്കാൻ വേണ്ടി വെച്ചു എന്നുള്ളൂ. സബോളയും ഇത് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി അരിയാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ആദ്യം ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ബൗളെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ആ വെള്ളത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഈ 2 സ്പൂൺ പഞ്ചസാര മാറ്റി വെച്ചിട്ടുള്ളത്, ഉപ്പ്, ജീരകം ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പഞ്ചസാര നന്നായി അലിയണം, അതുവരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച സബോള, പച്ചമുളക്, കുരുമുളക് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനൊരു പിടുത്തം മേത്തീര ഇല അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ ചേർക്കണം. മേത്തീര ഇല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയാം, നമ്മുടെ ഉലുവേര ഇലയാണിത്. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കടലമാവ് കുറച്ചീശായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് അതും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനത് ഇടയിൽ വിട്ടു പോയതാണ്. മുളക് പൊടി പച്ചമുളകും കുരുമുളകും ചേർത്താൽ അധികം ചേർക്കണില്ല. പിന്നെ ഇതിലേക്ക് കുറച്ചീശ വെള്ളം ചേർത്ത് കൊടുത്ത് പാകത്തിന് ഇത് ഇളക്കി യോജിപ്പിക്കുക, ബാറ്റർ റെഡി ആവാനായിട്ട്. ഒരു 1.5 ബൗള് കടലമാവാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ലാസ്റ്റ് ഫൈനലി കുറച്ച് കായപ്പൊടി ചേർത്തു. അതുപോലെ പഞ്ചസാര ഓപ്ഷണബിളാണ് കേട്ടോ, ഞാനങ്ങനെ ചേർക്കാറില്ല. ഇതിപ്പോൾ ഗുജറാത്തി സ്റ്റൈൽ ആയിക്കോട്ടെ, ഗുജറാത്തികൾ ഉണ്ടാക്കുന്ന പോലെ ആയിക്കോട്ടെ എന്ന് ചേർത്താൽ. പിന്നെ ലാസ്റ്റ് ഇത് എണ്ണ ചൂടായത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ അധികം എണ്ണ ബജിയെ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ തിളച്ച എണ്ണയിലേക്ക് കുറച്ചീശ സ്പൂണ് കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ചിലർ ഇതിൽ പെരുംജീരകം ചതച്ച് ചേർക്കാറുണ്ട് കേട്ടോ. ഞാൻ ചേർത്തില്ലെന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ കടിക്കുന്നത്, എല്ലാതും കടിക്കുന്ന സാധനങ്ങളിൽ കുരുമുളകുണ്ട്, സബോള, പച്ചമുളക്, പിന്നെ മേത്തീര ഇല അതൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ പൊതുവെ മലയാളികൾ മല്ലിയൊക്കെ നന്നായി കഴിക്കില്ല. ഇവിടുത്തെ ആൾക്കാർ പൊതുവെ കുറവാണ്, അത് കാരണമാണ് അത് ചേർക്കണത്. അപ്പോൾ ഞാനത് ചേർത്തിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും അത് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇനി എൻ്റെ എണ്ണ ചൂടായി, അപ്പോൾ ഓരോ സ്പൂണായിട്ട് ഇത് കോരി ഒഴിക്കാൻ പോവാണ്. എണ്ണ നല്ലപോലെ ചൂടായി, അപ്പം ഞാൻ ഇനി ഓരോ സ്പൂണായിട്ട് കോരി ഒഴിക്കാൻ പോവാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താലേ അപ്പുറം എല്ലാ ഭാഗവും വെന്ത് കിട്ടിക്കോളും. എണ്ണയിലിട്ടപ്പോൾ കണ്ട കുഞ്ഞു ബൗളായിട്ടാണ് ഇട്ട് കൊടുത്തുള്ളത് കേട്ടോ. അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഗ്യാസിൻ്റെ ഇത് സിമ്മിലിട്ടാൽ മതിട്ടാ, കാരണം അല്ലെങ്കിൽ ഉള്ളിൽ വേവാണ്ട് പുറം ഭാഗം മുരിയേ. അത് കാരണം അധികം തീ കൂട്ടിയിടേണ്ട, കുറവായിട്ട് ഇട്ടാൽ മതി. ബജിയിലേക്ക് ഇവിടെ പരിപ്പുവട, ഉഴുന്നുവട അങ്ങനത്തെ സാധനങ്ങളിലേക്കൊക്കെ ഇല്ലേ പച്ചമുളക് വറുത്തത്, സബോളയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം. പച്ചമുളക് ഒന്നിങ്ങനെ കീറിയിട്ടുണ്ട്, കാരണം പൊട്ടിത്തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സബോള നടുമുറിച്ച് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് ഈ മുളക് കീറിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെങ്ങനെ കോരിയെടുക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ പരുവാകുമ്പോൾ കോരിയെടുക്കാം കേട്ടോ. ഫൈനലി ഇത് റെഡിയായി.
പച്ചമുളക് ഇങ്ങനെ തണ്ടോട് കൂടിയ നല്ലത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഗ്യാസിൻ്റെ ഇത് സിമ്മിലിട്ടാൽ മതിയിട്ട്, കാരണം അല്ലെങ്കിൽ ഉള്ളിൽ വേവാണ്ട് പുറം ഭാഗം മുരിയെ, അത് കാരണം അധികം തീ കൂട്ടിയിടേണ്ട, കുറവായിട്ട് ഇട്ടാൽ മതി. അങ്ങനെ ഫൈനലി എൻ്റെ ബജിയ റെഡിയായി. അതിനവിടെ ഗോട്ടാന്ന് പറയണ്ട, മേത്തിയുടെ ഗോട്ടാന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചായ കുടിക്കാൻ വായോ. താങ്ക് യു ഫോർ വാച്ചിങ്.